ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ രാവിലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ്, രാവിലത്തെ ചാവടിയെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇതൊരു 11 മണി സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിള്ളേരൊക്കെ ഇവിടെ അകത്ത് നിന്ന് കളിക്കുകയാണ്. എന്തെല്ലാം അവന്മാർ കുത്തി വരച്ച് എന്തെല്ലോ ഉണ്ടാക്കുന്നുണ്ട്. ലിയോ അവരൊപ്പം തന്നെ കൂടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ സമയം പോവുകയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞത് അപ്പുറത്ത് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തെ മമ്മി ഇവിടെ എന്തൊക്കെയോ ചട്ടിക്കത്ത് കൈയിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്തുവാണോ എന്തോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ചക്ക മാങ്ങ അങ്ങനെയുള്ള ചില ചെടികളൊക്കെ ഉണ്ട്. പേരക്ക ഉണ്ട്. പേരയ്ക്ക് ഇവിടെ നിന്നും കാണുന്നില്ല, മേലെ എവിടെയല്ലോ ഉണ്ട്. പക്ഷേ താഴെ വരുമ്പോഴത്തേക്കും അതൊരു കോലം കെട്ടാണ് താഴെ എത്തുന്നുണ്ടത്. അപ്പോൾ ഞാൻ എന്താണ് വോയിസ് കൊടുക്കുമ്പോൾ അതിനകത്ത് വണ്ടീൻ്റെ സൗണ്ടെല്ലാം കേൾക്കും. എൻ്റെ ഞാൻ റോഡ് സൈഡ് തന്നെയാണ് വീട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കാം. അങ്ങനെ ഇവിടെ ക്ഷീണിച്ചിവിടെ ഒരാൾ സ്റ്റെപ്പുമ്മേ കിടപ്പുണ്ട്, നമ്മുടെ പൂസിക്കുട്ടി. ഇതേപോലെ 3 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൂസിയാണോ പൂച്ചയാണോ എന്തെല്ലാം പേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നു വരും, നമുക്കൊന്ന് നല്ലോണം തൊട്ട് തന്നോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ വീട് നിറച്ചും പറമ്പ് നിറച്ചും ഇതാണ് കറിവേപ്പിലയ്ക്ക് ഇവിടെ ക്ഷാമമില്ല. ഇവിടെ ഒരു മരമുണ്ട്, അവിടെ ഒരു മരമുണ്ട്, അപ്പുറത്തൊരു വലിയ മരമുണ്ട്. അപ്പോൾ അതിനിവിടെ ഒരു ക്ഷാമം ഇല്ല. പിന്നെ അവിടെ ഒരു കൊലയും നിൽപ്പുണ്ട്. പിന്നെ മമ്മി ഒരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് തന്നെ വീട് നിറച്ചും മുറ്റം നിറച്ചും കുറേ കാടുമടലും ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് അവിടെ ചീനീൻ്റെ കുറച്ച് കുഴിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചെടിയുണ്ട്. ചെടി കുറച്ചല്ല, കുറച്ച് കൂടുതലുണ്ട്. എവിടെ പോയാലും മമ്മിക്ക് ചെടി ഒരു ഹരമാണ്. അപ്പോൾ ഏത് വീട്ടിൽ പോയാലും മമ്മിക്ക് ചെടിയും കൊണ്ടേ മമ്മി പോകും. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറേ 2-3 ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കറ്റാർ വാഴ ഇവിടെ ഉണ്ട്, ഇത് അങ്ങുണ്ട്. അങ്ങനെ 2-3 കറ്റാർ വാഴ ഇവിടെ നല്ല ലെവലായിട്ട് നിൽപ്പുണ്ട്. ഇത് അവിടെയും കുറേ ഉണ്ട്. അപ്പോൾ നമ്മളെവിടെ എന്താ എടുക്കുകയെന്ന് അറിയാൻ വേണ്ടി മമ്മി വന്ന് നോക്കുന്നുണ്ട്. എന്തുവാണ് ഫോണും കൊണ്ടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, മമ്മീൻ്റെ കുറച്ച് തോട്ടങ്ങൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാന്ന് പറഞ്ഞു. മമ്മി പറയാം എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പടം കൊടുത്തേക്കുന്ന സൈസിലെ ആപ്പിൾ, അതായത് വൈനിടുന്ന ആപ്പിൾ. ഇതാണ് ആപ്പിൾ മരോ? ഇത് മമ്മി പൈസ കൊടുത്ത് വാങ്ങിച്ചോടെ വെച്ചതാ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. പ്രകൃതി സ്നേഹിയാണ് നമ്മുടെ മമ്മി. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടാ. പിന്നെ ഏത് അവക്കാഡോ എടുത്തു? അവക്കാഡോ എന്തത്? അങ്ങനെ അമ്മി ഓരോന്നും വിധവിധമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്പിളുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോന്ന്. അങ്ങനെ ഇടയ്ക്കാണ് മമ്മി ഇവിടെ ഒരു ബീട്രൂട്ട് കുഴിച്ചിട്ടുണ്ട്. അതും കൂടെ കാണിച്ചു തരുന്നത്. ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് വളർന്നു വന്നതാണ് ഇതായി കാണുന്നത്. ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതെന്താ സംഭവം എന്നറിയില്ല. മമ്മി പറയുന്ന അവിടെ വൃത്തിയാക്കിയപ്പോൾ തൊട്ടേ ഇവിടെ ഇത് ഇങ്ങനെ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടം കൂട്ടമായിട്ട് ഇതവിടെ സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഉണ്ട് ഒരു കൂട്ടമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇതിന്റെ ഒരു അത് ഏതുവരെ പാറ്റയെന്ന് അറിയില്ല. ഇത് മമ്മിയുടെ പാവയ്ക്ക കൃഷി. ഇത് പാവയ്ക്ക കൃഷി. ഞങ്ങളിവിടെ എല്ലാം കൃഷിക്കാരാ. പിന്നെ മുളകുണ്ട്, തക്കാളി ഉണ്ട്, മുളകുണ്ട്, തക്കാളി ഉണ്ട്. അതിന്റെ ഉടമസ്ഥൻ ഞാൻ. അതിനൊക്കെ വെള്ളം ഒഴിക്കേണ്ട ഉടമസ്ഥൻ ഞാൻ. വെള്ളം ഒഴിക്കുന്ന ഉടമസ്ഥൻ ഞാൻ ഒഴിക്കായിരുന്നു. പക്ഷെ മമ്മി പറയും നീ ഒഴിക്കുന്ന ഇച്ചിരിത്തോളം ഒത്തിരി ഒഴിക്കണമെന്ന്. മമ്മി ഉച്ചയായാലും പൈലായാലും ഒന്നുമില്ല, നമുക്ക് വെള്ളം ഒഴിക്കണം. പണ്ട് മമ്മി വേരെല്ലാം കുത്തിയിടും. പക്ഷേ ചെടി കുഴിച്ചിടും, കുറേ കഴിയുമ്പോൾ എടുത്ത് നോക്കും വേര് വന്നോണ്ടോന്ന്. ഇപ്പൊ ഉണ്ടോ അറിയില്ല അങ്ങനത്തെ ശീലം. ഇത് പേരക്ക മരം, അതേ കണ്ട്. ഇത് ഊഞ്ഞാല് ഇവിടെ കഴിച്ചതാ. മാങ്ങ മരം. പൂച്ചകളുടെ ബാക്കിയൊന്നും കാണിച്ചു 2 എണ്ണത്തിന്. അതിനെ ഞാൻ എടുത്തായിരുന്നു നേരത്തെ. ലിയോ ഇതാരാ? അതാരാ?
മമ്മ പിടിക്കാം. അതാണെങ്കിൽ നമ്മളെ വേറെ പൂച്ച ഇങ്ങോട്ടാ. ഞാൻ ഇന്നലെ ഇതിനൊരു പൊട്ടിട്ട് കൊടുത്തായിരുന്നു. ഒരു പൊട്ടിട്ട് കൊടുത്തതാ. ഒന്നും ചെയ്യൊന്നുമില്ല. പൂച്ചയുണ്ട്. പിന്നെ ഇവിടെ കാണിക്കേണ്ട ഇത് സംഭവം പനിക്കുറുക്ക. പനിയൊക്കെ വന്നാൽ വാട്ടിയിട്ട് കുടിക്കാം. നിറയെ ഉണ്ട് കേട്ടോ. മമ്മി അതെവിടെ പോയാലും അതിനെ സംരക്ഷിച്ച് കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോ നാട്ടിലും ഓരോ പേരാണ്. നമ്മുടെ അങ്ങ് തലശ്ശേരിയിലാണെങ്കിൽ പനിക്കുറുക്ക, ഞവരയില എന്നൊക്കെ പറയും. ഇവിടെയും പനിക്കുറുക്ക എന്ന് പറയും. പിന്നെ ഇതാ വേറൊന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പേരക്ക താഴെ വീഴുമ്പോൾ ഈ ഒരു കോലത്തിലുണ്ടാവും. പക്ഷെ നല്ല മുട്ട പേരക്കൊക്കെ നിൽപ്പുണ്ട്. താഴെ എത്തി വരുമ്പോഴത്തേക്കും അതൊരു കോലമായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കിളികൾക്ക് തിന്നാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു ഈ പേരക്ക ഇവിടെ ഉള്ള. നല്ല പേരക്ക ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടും അടർത്താൻ പറ്റിയിട്ടില്ല. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ പേരക്ക പഴുത്ത് നല്ല കിളിയെല്ലാം തിന്നിട്ട് ഇവിടെ ഇട്ട അങ്ങതാ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ കിളിക്കുകൾക്ക് മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറമ്പെല്ലാം ചുറ്റി നടന്നപ്പോൾ മമ്മിക്ക് കാണാതായി പോയൊരു കത്തി കെട്ടിയിട്ട് മൂർച്ചയിടുകയാണ്. കണ്ടിട്ടില്ല, കുറേ നാളായി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നൊക്കെയാണ് ഈ പരാതി എന്നോട് ഈ പറയുന്നത്. അങ്ങനെ മമ്മി അരച്ചരച്ച് അതിന് മൂർച്ചയിടുകയാണ്. എന്ത് സാധനമായാലും അങ്ങനെ കളഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മളിവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കൂട്ടത്തിൽ ഒരാളെ കാണണം അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ അതിൽ ഒരാളും കൂടെ ഉണ്ട് അകത്തതാ ഇവിടെ ഒളിച്ച് നിന്ന് ടാബ് കാണുകയാണ് ഞാൻ വന്നപ്പോൾ. നമ്മളിവിടെ വീഡിയോ എടുക്കുന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അതാണ് പെട്ടെന്നൊരു അൺഎക്സെപ്റ്റഡ് ആയിപ്പോയി ആളത്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത കാര്യം ഇപ്പോഴാണ് പുള്ളിക്കാരി അറിയുന്നത്. അപ്പോൾ ഭൂമി വിളിഞ്ഞാലും ആളറിയുന്നില്ല. അങ്ങനെ ഇതാണ് എൻ്റെ സാനു. അപ്പോൾ എൻ്റെ അനിയത്തിമാരിൽ ഒരാൾ. അപ്പോൾ ഇവന്മാരെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നോക്കുന്നുണ്ട്. രണ്ട് ആൺകുട്ടികളുണ്ട്. അവന്മാർ വീട്ടിലേക്ക് വന്നിട്ടില്ല, വീഡിയോയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ പൂച്ചയായിട്ടുള്ള കളി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരിവിടെ ഒരു ഊഞ്ഞാലാട്ടം അങ്ങനത്തെ കുറേ കഴിഞ്ഞ് അവസാനം ലിയോനെ ഒരു പുളിയെല്ലാം കഴിച്ചതാണ് ഇവിടെ ഉറക്കി. ഇനിയിപ്പോൾ ഞാനും ഒന്ന് ഉറങ്ങട്ടെ, കുറച്ച് നേരത്തേക്ക് ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് മമ്മി വിളിച്ച് ചോറ് കഴിക്കാൻ സമയമായി. അങ്ങനെ ചോറ് കഴിക്കാൻ നോക്കിയപ്പോൾ ഇതാ പപ്പടം, പരിപ്പ് കറി, പയറെന്ന തോരൻ, മത്തിക്കറി. എന്നാൽ പിന്നെ അതും കഴിക്കാൻ വെച്ച് അതും കഴിച്ച് നേരെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഇവന്മാർ ടി വിയിലെന്തോ ഇതിൻ്റെ വേറെന്തോന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവന്മാരത് കാണാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് കണ്ട്. അങ്ങനെ കുറേ നേരം ആ സമയം പോയതേ അറിഞ്ഞില്ല. ഇന്ന് നല്ല വെയിലെല്ലാം ഉണ്ടാവും, ചൂടെല്ലാം ഉണ്ടാവും എന്നാണ് നമ്മുടെ കാലാവസ്ഥ പ്രവചകർ പറഞ്ഞെങ്കിലും ഒരു ചെറിയ മഴക്കാർ പോലെ ആയിരുന്നു നമ്മുടെ പ്രകൃതി എന്ന് ഉണ്ടായിരുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ കാണിക്കാൻ നോക്കുന്നത്. പക്ഷേ ക്യാമറയിലൂടെ നിങ്ങൾക്ക് വെയിൽ പോലെ തോന്നുമെങ്കിലും പക്ഷേ വെയിലല്ല കേട്ടോ, നല്ല മഴക്കാർ പോലെ ആ കാറ്റും കോടും ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ മഴ പെയ്തില്ല. വൈകുന്നേരമായിട്ടും ഇങ്ങനെ കാറ്റും ഇതുമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല മഴ പെയ്തായിരുന്നെങ്കിൽ നല്ല സെറ്റായേനെ. പിന്നെ നമ്മുടെ ഇവിടെ പൂച്ചയും കിളിയും മാത്രമല്ല കിളികളുമുണ്ട്. 4 കിളികളുണ്ടായിരുന്നു, ഇപ്പോൾ 2 ഉള്ളൂ. ഒന്ന് മമ്മി ഒന്ന് തീറ്റ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ കൂടെ അത് പറന്നങ്ങ് പോയി. പിന്നെ ഒന്ന് താനെ നിന്ന നിപ്പിനങ്ങ് ചത്ത് വേണമെന്നാണ് മമ്മി പറഞ്ഞത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഒരു വൈകുന്നേരത്ത് നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞത് അടുത്തത് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് പോവാണ്. പള്ളി മാത്രമല്ല, പള്ളീൻ്റെ ഒപ്പം സ്കൂളും കൂടെ ചേർന്നിട്ടാണ്. ഈ സൈഡ് ഗേൾസ് സ്കൂളും അപ്പുറത്തെ സൈഡ് ബോയ്സ് സ്കൂളും കൂടെ ചേർന്നിട്ടാണ് ഈ പള്ളി വരുന്നത്. പള്ളീൻ്റെ വകയാണ് കേട്ടോ. അപ്പോൾ MGD സ്കൂൾ എന്നാണ് നമ്മളിതിനെ പറയുന്നത്, നമ്മുടെ ഈ സ്ഥലത്തിൽ വരുമ്പോൾ പറയുന്നതും. അപ്പോൾ പണ്ട് ഇവിടെ ഞാൻ എപ്പോഴും വരുമായിരുന്നു ഈ ഒരു പള്ളിയിൽ. അതായത് ഞാനൊരു ചൊവ്വ, വെള്ളി ആ സമയങ്ങളിലൊക്കെ മെഴുകുതിരി കത്തിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അന്നേരം ഇത്രയും സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഇവർ. അന്ന് റോഡിൽ കൂടെ ആയിരുന്നു വരാം, ഇങ്ങനത്തെ വഴിയോ ഇങ്ങനെയൊന്നും അത്ര സെറ്റപ്പായിട്ട് ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ലിയോയോ ഉള്ളതുകൊണ്ട് റോഡിൽ കൂടെ ഇറങ്ങാണ്ട് ഈ സ്കൂളിൽ കൂടെ ഇറങ്ങിയിട്ടാണ് കയറി താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. കാരണം റോഡിൽ കൂടെ ഇവരന്മാരെ കൊണ്ട് പോകുന്ന അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഇതിലേക്കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സാധനം എന്നൊക്കെ ഇപ്പോഴാണ് കേട്ടാക്കിയത്. ഇവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. കാരണം കുറേ നാൾ ഗ്യാപ്പ് എടുത്ത് വരുമ്പോഴായിരിക്കും നമ്മളിതെല്ലാം കാണുമ്പോൾ ഒരു അതിശയമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതാണ് കുരിശടി. ഇതിൻ്റെ മേലെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നമ്മൾ കയറണം. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പണ്ട്. ഇപ്പോൾ അതിനായിട്ടാണ് വന്നത്. അപ്പോൾ ആ പള്ളിയിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി സ്റ്റെപ്പ് കയറുകയാണ്. മെല്ലെയാണ് കയറിയത്. ഈ വീഡിയോ വെച്ചിട്ട് ഫാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇത്രയും സ്പീഡായിട്ടാണോ കയറിയതെന്ന്. ഒരിക്കലുമല്ല, നമ്മൾ മെല്ലെയാണ് കയറിയിട്ടുള്ളത്. ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇൻ്റർലോക്ക് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ ചെറിയതായിട്ട്. പള്ളിയൊക്കെ ഇപ്പോൾ കുറച്ച് പെയിൻ്റെല്ലാം അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മിറ്റവും കാര്യങ്ങളൊക്കെ കുറച്ച് ലെവലാക്കി അവരെടുത്തിട്ടുണ്ട്. ഇതൊന്നും ആദ്യമൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ മാവും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് കുറേയെന്ന് വെച്ചാൽ ഒരു 3-4 വർഷമായി ഞാൻ ഇവിടെ ഈ പള്ളി വന്നിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അതിശയം പോലെ തോന്നും ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ അവിടെ
ഇപ്പോഴാണോ വരുന്നതെന്നൊക്കെ. ഈ പള്ളി വന്നിട്ട് ഇപ്പോൾ കുറേ ആയി കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരുമെങ്കിലും ഇങ്ങോട്ടും അങ്ങനെ വരക്ക് കുറവായിരുന്നു. പിന്നെ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ ഓരോരോ ഇത് കാരണം വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പള്ളിയിൽ കയറി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഈ ഒരു ഭാഗത്തൊരു ഗീവർഗീസ് ഉണ്ണിയാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇല്ല, ഇവിടെ അടച്ചിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞ്, അതുകൊണ്ട് അധികം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കത്തിച്ച് അടയും കത്തിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ മുറ്റത്തിൽ നിന്ന് കളിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ലിയോ ഇങ്ങനെ ഓടുന്നത് കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.